ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് രാവിലെ തൊട്ട് നിഫ്റ്റി നല്ല സൈഡ് വൈസ് കാണിക്കണമായിരുന്നു. നല്ല കൺസോൾട്ടേഷനാണ് നിഫ്റ്റി ഉണ്ടായിരുന്നത്. പി സൈഡ് തന്നെയാണ് രാവിലെ തൊട്ടിട്ട് നിഫ്റ്റി കാണിച്ചുകൊണ്ട് കാണുന്നത്. അത് ഇന്നലെ തൊട്ടിട്ട് റീട്രേസ്മെൻറ്റ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ല. ഇന്നലെ മെയിനായിട്ടുള്ള റെസിസ്റ്റൻസിലാണ് നിഫ്റ്റി ടച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഫോർവേഡ് തന്നെയാണ് മൂവ്മെൻറ്റ്. പക്ഷേ അവിടെ നിന്നൊരു ജസ്റ്റ് ഒരു റീട്രേസ്മെൻറ്റ് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ടാണ് പി വന്നത്. ഞാൻ പിന്നെ നിങ്ങളോട് കുറച്ച് ഒരു 2-3 ദിവസം മുമ്പ് പറഞ്ഞതാണ് എന്തായാലും 5-6 ക്യാൻഡിൽസ് ഗ്രീൻ ക്യാൻഡിൽ വൺ ഡേയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും ഒരു റെഡ് ക്യാൻഡിൽ എന്തായാലും വരണം. ചിലപ്പോൾ കണ്ടിന്യൂ ആയിട്ട് 1-2-3 റെഡ് ക്യാൻഡിലൊക്കെ വരും വൺ ഡേ ടൈം ഫ്രെയിം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നിഫ്റ്റി ചിലപ്പോൾ കയറണ്ടാവുള്ളൂ. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം. ഇത് 1 ഡേ ടൈം ഫ്രെയിമാണ്. ഈ 1 ഡേ ടൈം ഫ്രെയിമിൽ ഈ യെല്ലോ ലൈനാണ് മെയിൻ റെസിസ്റ്റൻസ് 23,907.30. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയവരാണ് ഇതേ സെൽ റെസ്ട്രിക്ഷൻ അവിടെ കിട്ടണം. ചിലപ്പോൾ കിട്ടില്ല. പക്ഷേ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ബയേഴ്സ് ലോസ് ചെയ്താലാണ് ഫർദർ മൂവ്മെൻ്റ് ഉള്ളൂ. ഇനിയിപ്പോൾ നിഫ്റ്റി എത്രത്തോളം പി പോവും എന്നുള്ള ക്വസ്റ്റ്യൻ. പി പോകാൻ ഈസിയാണ്, നമുക്ക് കണ്ടുപിടിക്കുക ഈസിയാണ്. അത് നമുക്ക് ഡെയിലി നോക്കാവുന്നതാണ് കേട്ടോ. അതായത് ഈ 1 ഡേ ക്യാൻഡിലായിട്ടുള്ള ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ 2 വീക്ക് നമ്മളുള്ള ഗ്യാപ്പ്, ഇതൊരു ഗ്യാപ്പാണ്. ഇത് മെയിനായിട്ട് ഫില്ല് ചെയ്യും. അതാണ് ഗ്യാപ്പ് അപ്പുകൾ കാണാറുണ്ടല്ലോ മാർക്കറ്റിൽ, ആ ഗ്യാപ്പ് അപ്പാണ് അത്. അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ട് ചിലപ്പോൾ റിട്ടേൺ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഗ്യാപ്പുകൾ എവിടെയാണ് നോക്കുക. ഇപ്പോൾ ഇവിടെ ഫില്ല് ചെയ്തു, പിന്നെയും പീലിക്ക് തന്നെ പോകണമെന്ന് വെച്ചാൽ അടുത്ത ഗ്യാപ്പിലേക്ക് നോക്കുക. ഇതാണ് അടുത്ത ഗ്യാപ്പ് വരുന്നത്. ഈ ഒരു ചെറിയ ഗ്യാപ്പ് അടുത്ത ഗ്യാപ്പാണ്. അപ്പോൾ അത് ഫില്ല് ചെയ്യുക. അങ്ങനെ വന്നിട്ട് ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ഒന്നാവും അത് കയറി പോകണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ ടെക്നിക്ക് വശം എന്നല്ല പറയണത്, അങ്ങനെയൊക്കെ അസംഷൻ ചെയ്യാൻ പറ്റും. ബേസിക്കലി ഞാനൊരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത് 1 ഡേ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരും കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ അനലൈസിസൊക്കെ അതിൽ ആഡ് ആക്കാം. ഇതാണ് നിഫ്റ്റിയുടെ ലെവൽസ്. 1 മിനിറ്റിലാണ് നമ്മൾ ചെയ്യണത്. ടോട്ടലി നിഫ്റ്റിയുടെ സൈഡ് വേസ് ആയിരുന്നു. 26-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ട് ഇന്നലെ തൊട്ടേ നടക്കുന്ന ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. അത് ഇന്നും കുറേ നേരം കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തത്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അടിയിലേക്ക് തന്നെ നല്ല പുഷ് കിട്ടി. ഈ അടുത്ത് 24,409 ഞാൻ പറഞ്ഞ ഗ്യാപ്പ് ഒക്കെ കിടക്കുന്നത് ഇവിടെയാണ്. 24,409 അടിയിലേക്കൊക്കെ വന്നിട്ട് തിരിച്ച് കയറാന്നുള്ള സെറ്റപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ 24,409 ബ്രേക്ക് ആവാൻ നല്ല ഹ്യൂജ് ചാൻസ് ഉണ്ട് കേട്ടോ പി സൈഡ്. എന്നിട്ടാവും ചിലപ്പോൾ തിരിച്ച് കണ്ടാവുള്ളൂ. എന്നാലും 23,907.30 മെയിനായിട്ടുള്ളൊരു റെസിസ്റ്റൻസ്. അത് എൻ്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസിങ് 1 ഡേയിൽ കിട്ടണം. അതും ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടണം. എന്നാലാണ് ഫർദർ മൂവ്മെൻറ്റ്. ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നാൽ തൊട്ടിട്ട് തുടങ്ങിയ സൈഡ് വൈസാണ്. ഇന്നൊരു ബ്രേക്ക് സപ്പോർട്ടിൽ കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റ് 51-26 അടിക്ക് വന്നിട്ടുമുണ്ട്. നമുക്ക് ഇന്നുണ്ടായിരുന്ന സ്ട്രൈക്കുകൾ ഇത്രയും ഈ നാളിലാണ് കേട്ടോ. 23,650 പി, 23,700 സി, 51,600 പി, 51,700 സി, ഇത്രയും സ്ട്രൈക്കുകളുണ്ടായിരുന്നു. പിന്നെ നമുക്കൊന്ന് മെയിനായിട്ട് പറയാനാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയാണ് നമുക്കൊന്ന് പ്രോഫിറ്റ് വന്ന സെഗ്മെൻറ്റ്. നിഫ്റ്റി ഒന്നല്ല, നിഫ്റ്റി പ്രോഫിറ്റിക്ക് വന്നായിരുന്നു. പക്ഷെ നമുക്ക് കുറേ എൻട്രികൾ നിഫ്റ്റിയിൽ മിസ്സായി. സാധാരണ നമുക്ക് നല്ല എൻട്രികൾ കിട്ടാറുണ്ട്. ഞാൻ പറയണത് നമ്മളോട് 10 പോയിൻ്റാണ്. അപ്പോൾ ലിമിറ്റിൽ വന്നിട്ട് പോകുന്ന ട്രേഡുകൾ, അല്ലെങ്കിൽ 1 രൂപ വ്യത്യാസമെങ്കിലും വന്നു പോകുന്ന ട്രേഡുകളുടെ കാര്യം പറയണത്. 10 രൂപ വ്യത്യാസമൊക്കെ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഞാൻ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കണില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. ബേസിക്കലി നിഫ്റ്റിയിലെ എൻട്രികൾ അങ്ങനെ വന്നിട്ടില്ല. ലാസ്റ്റ് ടൈമിലേക്കാണ് വന്നേക്കണത്. പിന്നെ ഈ 3.5 വരെ ട്രേഡിങ്ങിന് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അത്യാവശ്യം ബാങ്ക് നിഫ്റ്റിയുടെ അത്യാവശ്യം പ്രോഫിറ്റിന് വകുപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയ ശേഷം നമുക്ക് ഇറങ്ങാം. അങ്ങനത്തെ ലെവൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് നിഫ്റ്റി 23,650 പി ആണ് കേട്ടോ. അത് 26-ാം തീയതിയാണ് ഈ സ്ട്രൈക്ക് കാണുമ്പോൾ 23,650 പി നല്ല രീതിക്ക് മൂവ്മെൻറ്റ് അപ്സൈഡ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒറ്റ സ്ട്രൈക്കിൽ നമുക്ക് ഒറ്റൊരു പ്രൈസിൽ നമുക്ക് എൻഡ് എടുക്കാൻ പറ്റണ്ടേ. ഏതിൻ്റെ ഒരു പ്രൈസിലേക്ക് വന്നു. ഇപ്പോൾ ഇത് ഈ 94-90 പ്രൈസ് നോക്കി നോക്കും നിങ്ങൾ. ഇതൊരു ഇവിടെ ക്യാൻഡിൽ ആക്ടിവേറ്റ് ആയ ശേഷം 1, 2, 3, 4, 5 അഞ്ചാമത്തെ ക്യാൻഡിൽ ആകുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കുക എന്നുള്ള സെറ്റപ്പാണ്. ഇത് 7ാമത്തെ ക്യാൻഡിലാണ് ലിമിറ്റ് ആവുന്നതാണ്. അപ്പോൾ അത് ഇത്തിരി റിസ്ക്കുള്ള എൻട്രി ആണ്. ഞാൻ അത് എടുക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ച് കയറി പോകുമ്പോൾ നമുക്ക് അങ്ങനത്തെ റെഡ് ക്യാൻഡിൽ മോഡലാണ് കിട്ടിയത്. ഇവിടെയാണ് കിട്ടിയത്. അപ്പോൾ 107 അപ്പോൾ അവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത ലെവൽ 129 129 ഇവിടെ ട്രേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ SL ആണ്. ഇത് പ്രോപ്പർ SL എന്നുള്ള സ്ഥലമാണ്. പിന്നെ റീ എൻട്രി ആണല്ലോ. റീ എൻട്രി എടുത്തവരുണ്ടാവും കേട്ടോ. ഇതിൽ റീ എൻട്രി ഉണ്ടാവും. SL കവറായി പോയിട്ടുണ്ട്. അവിടെ കറക്റ്റ് ഒരു 15 പോയിൻ്റ് 16 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് അടിയിലേക്ക് വരെ ചെയ്തത്. ഇനി ആ സെയിം ലെവലിൽ തന്നെയാണ് എൻട്രി. 129 തന്നെയാണ് പിന്നെ എൻട്രി വരുന്നത്. പക്ഷേ ഈ ടൈമൊക്കെ നമ്മളൊരു ട്രേഡ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് 2:45 ടൈമാണ് ഈ എൻട്രി വരുന്നത്. ഈ ടൈമിലേക്കൊക്കെ എൻട്രി നമ്മൾ ട്രേഡിങ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിമിറ്റിൽ എടുത്തവർക്ക് ഇത് പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. നല്ല രീതിക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട്.
ഇനി വേറെ ലെവലായിരുന്നു 141.85 അവിടെ നിന്ന് ട്രേഡ് ആക്ടിവേറ്റ് ആയില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവിടെ ട്രേഡ് ആക്ടിവേറ്റ് ആയില്ല. ലിമിറ്റ് എന്നിട്ട് പിന്നെ കയറി പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് റെഡ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്നേ കിട്ടണം, എന്നാലേ കാര്യമുള്ളൂ. ഇപ്പോൾ ഈ ക്യാൻഡിലാണ്ടില്ല, ഈ റെഡ് ക്യാൻഡിൽ ഇതൊരു ട്രേഡ് ആക്ടിവേഷൻ ക്യാൻഡിലാണ്. അതൊരു ക്യാൻഡിൽ മുകളിൽ കിട്ടിയാൽ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ 70-35 നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അവസ്ഥ കേട്ടോ, അത് എളുപ്പമൊന്നുമല്ല, ട്രേഡ് എടുക്കാൻ പറ്റില്ല. വന്നൊരു കോസിങ് കൂടെ കിട്ടി, പിന്നെ 5 മിനിറ്റിൽ ക്യാൻഡിൽ ലിമിറ്റിൽ വന്നിട്ട് വരിക, അപ്പോൾ ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വിട്ട് കളയാനേ പറ്റുള്ളൂ. ഈ തിരിച്ച് കയറുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ക്യാൻഡിൽ എവിടെയാണ് കിടന്ന ആക്ടിവേഷൻ ക്യാൻഡിൽ ഇതാണ്, പിന്നെ ലിമിറ്റിക്ക് വന്നിട്ട് പോലും 5 മിനിറ്റിൽ പിന്നെ അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിഫ്റ്റി ടോട്ടൽ ഇങ്ങനെയാണ് സംഭവിച്ചത്. പി ഇ സൈഡ് നമുക്ക് എങ്ങനെയും ഒരു ട്രേഡ് പിക്കപ്പ് ചെയ്യുന്ന ലെവലിലേക്കൊന്നും വന്നിട്ടില്ല. ലാസ്റ്റ് മിനിറ്റിൽ 2:45 വന്ന ഈ ട്രേഡ് ഒഴിച്ച് ബാക്കി ഒന്നും കിട്ടിയിട്ടില്ല. ഈ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ ആക്ടിവേഷൻ ഇതൊഴിച്ച് വേറൊരു ട്രേഡ് നിഫ്റ്റിയിൽ വരില്ല. എന്ന് കറക്റ്റ് നമ്മുടെ ലെവലിന് കിട്ടുന്ന ട്രേഡുകളൊന്നുമില്ല. ചാട്ടി കയറി പോണവർക്ക് പോവാം, അതൊന്നും പ്രശ്നമില്ല. നമ്മൾ കറക്റ്റ് ആക്ടിവേറ്റ് ആയ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇനി ബാങ്ക് നിഫ്റ്റിയാണ് 51,600 പി. 51,600 എന്ന് നോക്കുക, ഇതൊരു 100 പോയിൻറ്റ് ടാർഗറ്റാണ്, ഇതൊരു 100 പോയിൻറ്റ് ടാർഗറ്റാണ്, ഇതൊരു 100 പോയിൻറ്റ് ടാർഗറ്റാണ്. ബാങ്ക് നിഫ്റ്റി ഭയങ്കര എളുപ്പമായിരുന്നു ട്രേഡ് ചെയ്യാൻ, എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു. അതായത് ഇതൊരു 100 പോയിൻറ്റ് ട്രേഡാണ്, അതായത് 51,600 പി. അത് നമുക്ക് ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം. അവിടെ ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്ത് ലിമിറ്റിൽ വന്ന് ട്രേഡ് എടുക്കുക. 130.80 ഈസിയുള്ള ടാർഗറ്റാണ് കേട്ടോ അത്. പിന്നത്തെ ഒരു ലെവലാണ് 199.80 199.80 നമുക്ക് ട്രേഡ് എടുക്കാം. ഇവിടെ ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി 1, 2, 3, 4 നാലാമത്തെ കാൻഡിൽ ലിമിറ്റ് വന്നു, മനസ്സിലായില്ലേ? നാലാമത്തെ കാൻഡിൽ 5-ാമത്തെ അല്ലേ, അതാണെങ്കിലും കംഫർട്ടബിൾ ആണ്, ലിമിറ്റിൽ വന്നു അവിടെ ട്രേഡ് എടുക്കാം. അവിടെ വശത്തിൽ നല്ല ഹോൾഡിംഗ് ഉണ്ട്, എന്നിട്ടാണ് 100 പോയിൻറ്റ് പോയി കിടന്നത്. പിന്നെയുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ 318.95 318.95 ട്രേഡ് എടുക്കണമെങ്കിൽ ഈ ഡോജ് വന്നത് റെഡാണ് എടുക്കാമായിരുന്നു, മനസ്സിലായാലും. ഈ ഡോജ് റെഡാണെങ്കിൽ നമ്മൾ ട്രേഡ് ആക്ടിവേറ്റ് ആണ്, പക്ഷെ അവിടെ എടുക്കാൻ പറ്റില്ല. പിന്നെ 391.05 ഇത് ഞാൻ കൊടുക്കാത്തൊരു ലെവലാണ് കേട്ടോ. 391.05 എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാത്ത ലെവലാണ്. ഈ ലെവലിൻ്റെ മുകളിൽ ഈസി ടാർഗറ്റാണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ടാർഗറ്റാണ്, പക്ഷേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അത് രാവിലെ നോട്ടീസ് വെച്ച ലെവലാണ്. പക്ഷെ അന്ന് 100 പോയിൻറ്റിന് മുമ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഭാഗമായിരുന്നു അത് കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കിക്കോ, കൺസൾട്ടേഷനാണ് പിന്നെ അങ്ങോട്ട്. പക്ഷെ ബാങ്ക് നിഫ്റ്റി ഈ 2 ട്രേഡും എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ട്രേഡാണ്. ഇതും എല്ലാവർക്കും എടുക്കാൻ പറ്റും. അങ്ങനത്തെ 2 ട്രേഡാണ്. നമുക്ക് പ്രോഫിറ്റ് പോലെ തന്നെ SL വന്നിട്ടുണ്ട് കേട്ടോ. SL ട്രേഡിംഗ് ഒന്നുമില്ല. ഇവിടെ നിഫ്റ്റിയിൽ 23,700 സീലിക്ക് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കറക്റ്റായിട്ട് ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി. നമുക്ക് 5 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട്. 5 മിനിറ്റിലാണ് ക്യാൻഡിൽ ലിമിറ്റിൽ വന്ന് ട്രേഡ് എടുക്കുക. 2 മിനിറ്റിൽ നമുക്ക് SL അടിച്ചു. 2 മിനിറ്റേ വേണ്ടാവുന്നുള്ളൂ, SL ഹിറ്റായി. അങ്ങനെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും ഒരേ ടൈമിലാണ് ആക്ടിവേറ്റ് ആയത് കേട്ടോ. ആ ട്രേഡും ഒരേ ടൈമിലാണ്. അപ്പോൾ ഇതും SL കറക്റ്റായിട്ട് ഹിറ്റായിട്ടുണ്ട്, 2 മിനിറ്റിൽ തന്നെ ഹിറ്റായിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഒരേ ടൈമിൽ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ ഒരു സെഗ്മെൻറ്റിൽ എടുക്കുകയുള്ളൂ. 2 സെഗ്മെൻറ്റിലൊന്നും പോയിട്ട് എടുക്കുന്നില്ല, അതെനിക്കറിയാം. ഒരു സെഗ്മെൻറ്റിൽ എടുക്കും, അപ്പോൾ ഒരു SL, മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. ഭയങ്കര കൺസോൾട്ടേഷൻ ഉള്ള മാർക്കറ്റ് തന്നെയായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ ലാസ്റ്റിലേക്കൊക്കെയാണ് മൂവ്മെൻറ്റ് കിട്ടിയത്. കുഴപ്പമില്ല, നമ്മൾ ഫുൾ ടൈം നിങ്ങളിങ്ങനെ ട്രേഡിങ് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം പോയിന്റ് കിട്ടണില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നിർത്തുക. പിന്നെ നാളെ നോക്കിയാൽ മതി, വെറുതെ നോക്കിയിരിക്കാനുള്ള ഉള്ളൂ കേട്ടോ. 3:30 വരെ ഇരുന്നിട്ട് ഞാൻ എന്തായാലും ഒരു ട്രേഡ് എടുത്തിട്ടേ പോവുള്ളൂ എന്ന് വാശിയുള്ളവർക്ക് മാത്രം ഇരുന്നാൽ മതി. അല്ലാത്തവർക്കൊക്കെയും എക്സിറ്റ് ആവാം. പിന്നെ നമുക്ക് രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് ട്രേഡിൽ കിട്ടണം, അപ്പോഴാണ് നമുക്കൊരു മൈൻഡൊക്കെ കൺട്രോൾ ആവുള്ളൂ, മനസ്സിലായില്ലേ? നിങ്ങൾ വെറുതെ നോക്കിയിരുന്നോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റിയും കാണില്ല, ട്രേഡ് എടുക്കുകയും ചെയ്യും. അങ്ങനത്തെ ലെവലിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ നിർത്തണത്. 2 മണിക്ക് ആകുമ്പോൾ നിർത്തുന്നത് അതുകൊണ്ടാണ്. പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ്, അതുകൊണ്ടൊക്കെ നിർത്തുന്നത് കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ട്രേഡിങ്. നിങ്ങൾ ട്രേഡൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം ബൈയിങ് പ്രൈസ് കണ്ടുപിടിക്കാൻ തന്നെ പഠിക്കുക. എന്നാലാണ് ട്രേഡിങ്ങിൽ നല്ലൊരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ എല്ലാവർക്കും. ബൈയിങ് പ്രൈസ് കിട്ടിയാലാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു ഗാംബ്ലിംഗ് രീതിയിൽ ട്രേഡിങ്ങിന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാശ് പോക്കന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ക്യാപിറ്റൽ എന്തായാലും പോവും. ഗാംബ്ലിങ്ങിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് നടക്കുക. നിങ്ങൾ കറക്റ്റ് ഒരു ബൈയിങ് പ്രൈസ് കണ്ടുപിടിക്കുകയാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നിങ്ങൾ ഏതെങ്കിലും ഒരു ലെവലിൽ നിങ്ങളൊരു രീതിയിൽ നിങ്ങളൊരു ലെവൽ കണ്ടുപിടിക്കും. ആ ലെവലിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക കാര്യമായിട്ട്. അപ്പോൾ 1-2 മാസം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ലെവൽ എത്തുമ്പോൾ ട്രേഡ് എടുക്കേണ്ടതെന്ന്. അതിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ട് പോവുക, സസ്റ്റെയിൻ ചെയ്യുക. മാക്സിമം മാർക്കറ്റിൽ അങ്ങനെ ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് റേഷ്യോ വരുള്ളൂ.
അല്ലാണ്ടൊന്നും വരില്ല. ഗാംബ്ലിങ്ങിൽ ഇരിക്കുന്നവർക്ക് ഇരിക്കാം, ബേസിക്കലി കുറേ കഴിഞ്ഞവർക്ക് ഓട്ടോമാറ്റിക്കലി മടുക്കും, അവർ എക്സിറ്റ് ആവും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഗാംബ്ലേഴ്സ് അങ്ങനെയാണ് ചെയ്യുക. ഇതിലെങ്ങനെയാണ് നിൽക്കണം, ഇതിലൊരു ട്രേഡിങ്ങിന് എങ്ങനെയാണ് നിലനിൽക്കണം, നമ്മുടേതായിട്ടുള്ളൊരു മാർക്ക് നിങ്ങൾക്ക് സൃഷ്ടിക്കണം എന്നൊക്കെ താല്പര്യമുള്ളവരാണ്. ഭയങ്കര പാഷനായിട്ടായിട്ട് നിൽക്കുന്നവർക്കാണ് ഇത് പറ്റുള്ളൂ. ട്രേഡിങ് ബേസിക്കലി അവർക്കാണ് പറ്റുള്ളൂ. പിന്നെ നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയുന്നവർക്കും ട്രേഡിങ് പറ്റും കേട്ടോ. നല്ല രീതിക്ക് ബിസിനസ് മൈൻഡുള്ളവർക്കും ട്രേഡിങ് പറ്റും. അപ്പോൾ അത്രയ്ക്കുള്ള വന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ സ്റ്റോറികളും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണ് വരിക. യൂട്യൂബിൽ അങ്ങനെ ഷോർട്സ് ഒന്നും ഇടാറില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് എല്ലാം ഉണ്ടാവുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് നാളെ കാണാം. നാളെ എക്സ്പയറി ഡേറ്റ് ആണ്, മന്ത്ലി എക്സ്പയറി ആണ്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒക്കെ മന്ത്ലി എക്സ്പയറി ആണ്. നല്ല വോളാറ്റിലായിരിക്കും. പിന്നെ നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തരുന്നുണ്ട് നാളെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ.